നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സുപ്രധാന മുന്നറിയിപ്പുമായി UAE രംഗത്തെത്തിയിരിക്കുകയാണ്. അതായത് പ്രവാസികൾ ജാഗ്രത പാലിക്കണം. നാടുകടത്താനുള്ള ചെലവ് അനധികൃത കുടിയേറ്റക്കാർ സ്വയം വഹിക്കണമെന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് അതോറിറ്റി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി. ഒക്ടോബർ 3 മുതൽ പ്രാബല്യത്തിലാകുന്ന പരിഷ്കരിച്ച താമസ കുടിയേറ്റ നിയമപ്രകാരമാണ് ഈ മുന്നറിയിപ്പ് പുറത്തുവന്നിരിക്കുന്നത്. അതേസമയം നാടുകടത്താൻ വിധിക്കപ്പെട്ടവർക്ക് ചില സന്ദർഭങ്ങളിൽ നിയമാനുസരണം രാജ്യത്ത് തുടരാനും അവസരമൊരുക്കുന്നുണ്ട്. അനുയോജ്യമായ സ്പോൺസറെ കണ്ടെത്തി രാജ്യത്ത് തുടരുന്നതിനുള്ള അവസരമാണ് ഇതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇത്തരത്തിൽ 3 മാസം വരെ സമയം അനുവദിക്കുന്നതാണ്. അനധികൃത താമസക്കാരായ ഒരാളെ നാടുകടത്തുമ്പോൾ ആശ്രിത വിസക്കാരുണ്ടെങ്കിൽ അവരും രാജ്യം വിടണം. നാടുകടത്താനുള്ള ചിലവ് ഈടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തൊഴിലുടമയിൽ നിന്നും ഈടാക്കുന്നതായിരിക്കും. ഇതിനും സഹായിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഫെഡറൽ അതോറിറ്റി ചിലവുകൾ വഹിക്കുകയുള്ളൂ. നാടുകടത്തൽ മൂലം ഒരു വ്യക്തിക്ക് ഉപജീവന മാർഗം ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടായാൽ സുരക്ഷാ കേന്ദ്രങ്ങൾക്ക് ആവശ്യമെങ്കിൽ പൊതു താൽപര്യപ്രകാരം മാനുഷിക പരിഗണനയോടെ തുടർ നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. ഒരിക്കൽ നാടുകടത്തപ്പെട്ട ഒരാൾക്ക് ഫെഡറൽ അതോറിറ്റിയുടെ അനുമതിയില്ലാതെ രാജ്യത്തേക്ക് മടങ്ങി വരാൻ സാധിക്കില്ല. നാടുകടത്തേണ്ട ഒരാളെ 1 മാസത്തിലധികം ജയിലിൽ പാർപ്പിക്കരുതെന്നും നിയമമുണ്ട്. ഫെഡറൽ പബ്ലിക് പ്രോസിക്യൂഷന്റെ അനുമതി പ്രകാരമാകും ഇവരുടെ തടവുകാലം. നിയമവിരുദ്ധ താമസക്കാർ രാജ്യം വിടുന്നത് വരെയുള്ള ചിലവുകൾ അവരിൽ നിന്നോ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അവർക്ക് അവസരം നൽകിയ സ്പോൺസറിൽ നിന്നോ ഈടാക്കുന്നതായിരിക്കും. നാടുകടത്തുന്ന 4 സാഹചര്യങ്ങൾ ഇവയൊക്കെയാണ്. യാത്രാരേഖകളില്ലാത്തവർ, ഔദ്യോഗിക രേഖകളില്ലാതെ രാജ്യത്തേക്ക് കപ്പൽ വഴി നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നവരാണ് നാടുകടത്തപ്പെടുന്നവരിൽ മുന്നിൽ നിൽക്കുന്നത്. രണ്ടാമത്തേത് വിസ കാലാവധി കഴിഞ്ഞവരാണ്. ലഭിച്ച വിസകളുടെയും എൻട്രി പെർമിറ്റുകളുടെയും കാലാവധി കഴിഞ്ഞിട്ട് രാജ്യം വിടാത്തവരെയും നാടുകടത്തുന്നതായിരിക്കും. നിശ്ചിത സമയപരിധിക്കുള്ളിൽ വിസ പുതുക്കാത്തതും താമസ കുടിയേറ്റ നിയമലംഘനമാണ്. വിസകൾ സമയബന്ധിതമായി പുതുക്കാത്തവർ രാജ്യം വിട്ടിരിക്കണം. വിവിധ കേസുകളിൽ അകപ്പെടുന്നവർ, രാജ്യത്ത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരെ ശിക്ഷാ കാലാവധിക്ക് ശേഷം നാടുകടത്തുന്നതായിരിക്കും. അവർക്ക് വിസ കാലാവധി ബാക്കിയുണ്ടെങ്കിലും നാടുകടത്തുന്നതായിരിക്കും. ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണ് അവസാനത്തേത്. ഏത് തരം ദേശവിരുദ്ധ പ്രവർത്തനമാണെങ്കിലും രാജ്യത്ത് തുടരാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ കർശനമായി തന്നെ പറയുന്നു. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പരാമർശങ്ങൾ പോലും നാടുകടത്തലിന് കാരണമായേക്കാം. ആയതിനാൽ തന്നെ കൂടുതൽ ജാഗ്രത പുലർത്തുക. നിങ്ങളുടെ ഒരശ്രദ്ധ ഇതിലേക്ക് നയിക്കാതിരിക്കട്ടെ. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.